AAC 9E. The program includes നമ്മുടെ quality assurance program. The program includes the documentation of corrective and preventive actions. ഇത് അടുത്തൊരു ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. ഇത് വിശദീകരിക്കണ്ടല്ലോ. അതായത് NABH നമ്മുടെ ഇത് മനസ്സിലാക്കാനുള്ള കഴിവിനെ വളരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താണ് ഇതിങ്ങനെ പല ഒബ്ജക്റ്റീവ് എലമെൻ്റായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് ഇത് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പ്രോഗ്രാം വേണം, അതിനകത്ത് മീറ്റിംഗ് വേണം. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ മീറ്റിങ്ങുകളെ കുറിച്ചാണ് പറയുന്നത്. ആ മീറ്റിങ്ങിൽ നമുക്ക് കറക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് ആക്ഷൻസ് നമുക്ക് എടുക്കാൻ പറ്റണം, അത് ഡോക്യുമെൻ്റ് ചെയ്യണം. നമ്മൾ ഇത്രയും നേരം ഡോക്യുമെൻറ്റേഷൻ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട് കറക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് ആക്ഷൻസ് അപ്രോപ്രിയേറ്റ് ആയിട്ട് എടുക്കണം. AAC 9E വേറൊന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു മീറ്റിംഗ് ഒക്കെ ഇല്ലേ, ആ മീറ്റിംഗ് വെച്ചിട്ട് എടുത്ത കറക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് ആക്ഷൻസ് നടപ്പിലാക്കണം. വെറുതെ മീറ്റിംഗ് കൂടല്ലേ എന്നൊരു ഉപദേശം, സാരോപദേശമാണ്. ഇനി നമ്മൾ സ്ഥിരമായി കണ്ടുവരുന്നൊരു കാര്യം ഇവിടെയുണ്ട്, ഇത് ഡോക്യുമെൻ്റ് ചെയ്യണമെന്നുള്ള നിർദ്ദേശം. സോ നമുക്ക് ഈ ഒരു ക്വാളിറ്റി ഓഫ് ഇമേജിംഗ് സർവീസസിൽ 2 കാര്യങ്ങളാണ് കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ളത്. എയിൽ നമ്മൾ പറഞ്ഞ ഒരു ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം ഫോർ ഇമേജിംഗ് സർവീസസ് ഉണ്ടായിരിക്കണമെന്നും ആ പ്രോഗ്രാമിലെടുത്ത കറക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് ആക്ഷൻസ് ഡോക്യുമെൻ്റ് ചെയ്തിരിക്കണം എന്നുള്ള ഈയുമാണ് കമ്മിറ്റ്മെൻ്റ് ഉള്ളത്. ബാക്കി ബിയും സിയും അച്ചീവ്മെൻ്റ് ആണ്, ഈ എക്സലൻസ് ആണ്. AAC 9E വളരെ സിമ്പിൾ ഒരു കാര്യമാണ്. നമ്മൾ ഈ ക്വാളിറ്റി പ്രോഗ്രാം എടുത്ത കറക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് ആക്ഷൻസ് നടപ്പിലാക്കണം, അത് ഡോക്യുമെൻ്റ് ചെയ്തിരിക്കണം.